വന്ദേമാതര ഗാനാലാപത്തോടുകൂടി ഇന്നത്തെ പരിപാടി ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. വന്ദേ മാതരം വന്ദേ മാതരം സുഫലാം സുജലാം മലയജ ശീതളാം മാതരം വന്ദേ മാതരം. എന്നെ കൊണ്ട് കൂട്ടിയാൽ ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇത് കുറേ അധികം വരികളുള്ള 4 or 5 ഖണ്ഡികകളുള്ള ഒരു ഗാനമാണ്. ഈ സമീപകാലത്ത് ദേശീയ ഗീതം അതിൻ്റെ പ്രാധാന്യം അല്പമൊന്ന് ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ചടങ്ങുകളിലൊക്കെ ഇത് നിർബന്ധമായിട്ട് ആലപിക്കണം എന്ന രീതിയിൽ പുതിയൊരു നിയമവും പാസ്സാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഗാനത്തെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ശിക്ഷാ നിയമപ്രകാരം ക്രിമിനൽ പ്രോസിക്യൂഷൻ നേരിടാൻ കോടതി അനുവദിക്കുന്ന പക്ഷം ജയിലിൽ പോകാനും നിർബന്ധിതരാവും. പിഴ ശിക്ഷയുമുണ്ട്, ജയിൽ ശിക്ഷയുമുണ്ട്. അപ്പോൾ ഇത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട സർക്കാർ ചടങ്ങുകളിൽ ഇത് നിർബന്ധമായിട്ട് ആലപിച്ചിരിക്കണം എന്നുള്ള കാര്യം പല സംസ്ഥാനങ്ങളും നിർബന്ധമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിർബന്ധമാക്കിയിട്ടില്ല. കേരളത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ഈ വന്ദേ മാതരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കാളയ്ക്ക് ചുവപ്പ് കാണുന്ന പോലെ കലി കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ അങ്കലാപ്പും ഉണ്ടായിട്ടുണ്ട്. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്, നമ്മുടെ ആർലേക്കർ. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഈ വന്ദേമാതര ഗാനാലാപം നെടുനീളത്തിൽ 3 മിനിറ്റോ 4 മിനിറ്റൊക്കെ എടുത്ത് ചടങ്ങിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ആലപിച്ചത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദ്യം നമ്മുടെ സതീശൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ മുഖത്തൊരു കാളിമ വ്യാപിച്ചു. ഇതിങ്ങനെ നീണ്ടു പോകുന്തോറും പാണക്കാട് തങ്ങളടക്കമുള്ള ആളുകളൊക്കെ അസ്വസ്ഥരാകുന്നത് നമ്മൾ കണ്ടു. പിന്നെ എന്തു ചെയ്യാം, ഇത് മുഴുവൻ സഹിച്ചില്ലെങ്കിൽ ഗവർണർ എങ്ങാനും സത്യവാചകം ചൊല്ലി തന്നില്ലെങ്കിലോ എന്ന് പേടിച്ച് ഇവരവസാനം വരെ സഹിച്ചു, കടിച്ചു പിടിച്ച് സഹിച്ചു എന്ന് പറയുന്നതാണ് ശരി. അത് നമ്മുടെ വേദിയിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വിപ്ലവ തീപ്പന്തമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഒരുപാട് എഴുന്നേറ്റേക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എങ്കിൽ പോലും സഹിച്ചു, അവസാനം വരെ കേട്ടുകൊണ്ട്. വേദിയിലുണ്ടായിരുന്ന നമ്മുടെ AICC ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലക്കാരിയായ ദീപാ ദാസ് മുൻഷി ഇത് ഗവർണറോടൊപ്പം ആദ്യ അവസാനം ആലപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതോടെ അത് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. അതിനെക്കുറിച്ച് പല വിമർശനങ്ങളുണ്ടായി. ഈ വന്ദേമാതരം ആലപിച്ച ഭയങ്കര തെറ്റായിപ്പോയി, അത് മതേതരത്വത്തിന് വലിയ മങ്ങലേൽപ്പിച്ചു എന്ന് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഉടമസ്ഥയിൽ നടക്കുന്ന മീഡിയ വൺ ചാനലും അതുപോലെ ഇപ്പോൾ സുഡാപ്പികളുടെ കൂടി കണ്ടലുണ്ടിയായിരിക്കുന്ന പ്രിയങ്കരനായിരിക്കുന്ന PM മുഹമ്മദ് റിയാസും അഭിപ്രായപ്പെട്ടു. പക്ഷേ സതീശൻ അതൊന്നും കേട്ടായിട്ട് ഭാവിച്ചില്ല. പുള്ളി പറഞ്ഞത് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വന്ദേമാതരം കമ്പൽസറിയാണ്. ഇതാദ്യ അവസാനം ആലപിക്കും എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി അറിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞാൽ അതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഭരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്, വന്ദേമാതരം ഒന്നും വലിയ വിഷയമല്ല. ആ ഒരു പണ്ഡിതൻ യൂട്യൂബിൽ കൂടി പ്രഭാഷണം നടന്ന ആളാണ്. പുള്ളി പറഞ്ഞത് പൈച്ചാൽ പന്നിയിറച്ചിയും ഹലാൽ എന്ന് ഒരു ഹദീസുണ്ട്, അതുകൊണ്ട് വന്ദേമാതരം അത്ര വലിയ കാര്യമല്ല എന്നാണ്. അപ്പോൾ പന്നിയിറച്ചി ഹലാലാണെങ്കിൽ പിന്നെ വന്ദേമാതരം ഹലാലല്ല എന്ന് പറയാൻ പറ്റില്ല, ഹറാമാണെന്ന് പറയാൻ പറ്റില്ല. എന്തുവാട്ടെ, അങ്ങനെ ഒരു വിവാദം നീണ്ടു നിൽക്കുന്നതിനിടയ്ക്കാണ് നിയമസഭയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഗവർണർ നയപ്രഖ്യാപനം ഉണ്ടായി. നയപ്രഖ്യാപനത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ തുടച്ചു നീക്കും, പിന്നെ വയോജനങ്ങൾക്ക് ഒരുപാട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും, പിന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ളവർക്ക് പാസ്പോർട്ടും വിസ എടുത്തു കൊടുക്കും. ഇതിന് പറഞ്ഞു NGO മാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി തോട്ടിക്കരയിൽ വിമാനത്താവളമുണ്ടാക്കും എന്ന് പറഞ്ഞ പഴയ അടൂർവാസിയുടെ ഹാസ്യകാരം പോലെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നുണ്ട്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാം. ടിക്കറ്റ് എടുത്താലും ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ ടിക്കറ്റ് കയറി കൊടുത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഈ വന്ദേമാതരം വീണ്ടും ആലപിച്ചു. ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. വന്ദേമാതരം എന്തിനു ആലപിച്ചു? നിയമസഭയെ അശുദ്ധമാക്കി എന്നാണ് ചിലർ പറയുന്നത്. ഇതിനു മുമ്പ് ഈ നിയമസഭാ തലത്തിൽ ഒരിക്കലും വന്ദേമാതരം മുഴങ്ങി കേട്ടില്ല. പലരും MLA മാരൊക്കെ അങ്ങോട്ട് തെറി പറയാറുണ്ട്, തന്തയ്ക്ക് വിളിക്കാറുണ്ട്, മുണ്ടോക്കി കാണിക്കാറുണ്ട്.
ശിവൻകുട്ടിയും സംഘവും ചേർന്ന് നിയമസഭാ തലത്തിൽ ചവിട്ട് നാടകം വരെ അവതരിപ്പിച്ചത്. പക്ഷേ വന്ദേ മാതരം കൊണ്ട് നമ്മുടെ സഭാതലം ഇതുവരെ പങ്കിലമായിരുന്നില്ല. ഇതിപ്പോൾ അത് സംഭവിച്ചു. ഇത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ഇരുളടഞ്ഞ ദിവസമാണ് ഈ സഭാ സമ്മേളനം തുടങ്ങിയ 2026 മെയ് 29 എന്നാണ് ചിലർ പറയുന്നത്. വേറെ ചിലർ പറയുന്നത് ഈ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിച്ചില്ല. അതുവഴിക്ക് വന്ദേ മാതരത്തെ നമ്മുടെ കേരള നിയമസഭ പങ്കിലമാക്കി, അതിനെ അനാദരിച്ചു, അതിനെ അവമാനിച്ചു എന്നാണ്. അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറഞ്ഞത് ഈ കാര്യത്തിലാണ്. സത്യം പറഞ്ഞാൽ 2 പക്ഷമല്ല, 3 പക്ഷമുണ്ട്. ഒന്ന് വന്ദേ മാതരം ആലപിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന പക്ഷം. രണ്ടാമത്തേത് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചില്ല, അത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന ഭാഗം. മൂന്നാമത്തേത് വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കാഞ്ഞതുകൊണ്ട് സഭയുടെ മതേതരത്വത്തിന് കളങ്കം സംഭവിച്ചില്ല. നിരാക്ഷേപമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ആലപിച്ചു. മാതൃഭൂമി ചാനലിൽ എഴുതി കഴിക്കുന്നത് വന്ദേ മാതരം മുഴുവൻ വായിച്ചില്ല എന്നാണ്. മാതൃഭൂമിയിലായതുകൊണ്ടാണ്. വേറെ വല്ല പത്രത്തിലാണെങ്കിൽ അല്ല വേറെ വല്ല ചാനലിലാണെങ്കിൽ നമുക്ക് സാരമില്ലാതെ വയ്ക്കാം. വന്ദേ മാതരം വായിക്കലോ ആലപിക്കലോ ചെയ്ത് അതുപോലും അറിയാൻ പാടില്ലാത്ത കൊഞ്ഞണന്മാരാണ് മാതൃഭൂമിയുടെ ഡെസ്കിലിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ കാലം ഇതായിപ്പോയി. ഏതായാലും ഈ 3 ഗ്രൂപ്പുകളും കൂടുതൽ ഉന്മേഷത്തോടെ, കൂടുതൽ ഉഷാറായിട്ട്, കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ഈ വിഷയത്തിൽ ഏറ്റുമുട്ടട്ടെ. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ തല്ലി തീർക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വന്ദേ മാതരം കൊണ്ടും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ നിലവിലുള്ള ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാം, ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാക്കാം, വന്ദേ മാതരത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഇപ്പോൾ വാക്ക് തർക്കമേ ഉണ്ടായിട്ടുള്ളൂ. അത് കത്തി ചണ്ടയിലേക്ക് നീണ്ടുപോരുത് എന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. ജയ് ഹിന്ദ്.